അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ ക്രമമനുസരിച്ച് 77-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ മുർസലാത്ത്. ഖുർആനിലെ നിലവിലുള്ള സൂറത്തുകളുടെ ക്രമം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ അവതരണത്തിന്റെ ക്രമമല്ല. അവതരണക്രമം എന്ന് പറയുന്നത് ആദ്യം അവതരിച്ചിട്ടുള്ളത് സൂറത്തുൽ ആലഖാണ്. സൂറത്തുൽ ആലഖിലെ ആദ്യ 5 വചനങ്ങളാണ് ഏറ്റവും ആദ്യമായിട്ട് ഹിറാ ഗുഹയിൽ അവതീർണമായിട്ടുള്ളത്. പിന്നീട് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഖുർആനിലെ ഓരോ ഭാഗങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ അവതരണത്തിന്റെ സീക്വൻസ് എന്ന് പറയുന്നത്, ആ അവതരണത്തിന്റെ ക്രമം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറയാവുന്ന രേഖകളൊന്നും നമ്മളുടെ കയ്യിൽ ഇപ്പൊ ഇല്ല. ഇന്ന സൂറത്താണ് ആദ്യം അവതരിച്ചത്, അതിനുശേഷം ഇന്ന സൂറത്താണ് അവതരിച്ചത്, അതിനുശേഷം ഇന്ന സൂറത്താണ് എന്ന് കൃത്യമായി പറയാവുന്ന ചില കാര്യങ്ങളൊക്കെ അതിങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും മുക്തമല്ലാത്തതാണ്. എന്ന് പറഞ്ഞാൽ അവതരണത്തിന്റെ ക്രമം ഇന്നതാണ് എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല എന്ന് ചുരുക്കം. അതൊരു അഭിപ്രായമനുസരിച്ച് സൂറത്തുൽ മുർസലാത്ത് 33-ാമത്തെ അധ്യായമായിട്ടാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ വിഷയത്തിൽ കൂടുതൽ ചിന്തിക്കേണ്ടതില്ല. കാരണം ഘട്ടങ്ങളായിട്ട് ഓരോ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചാണ് ഖുർആൻ ഇറങ്ങിയതെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യം പൂർത്തീകരിച്ച് റബ്ബിന്റെ അടുക്കലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ ഇപ്പോഴുള്ള നിലക്ക് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. വഹയിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏതൊക്കെ ആയത്തുകൾ ഏതൊക്കെ സൂറത്തുകളിൽ ഉൾപ്പെടുത്തണം എന്നതും ഏത് സൂറത്തിനു ശേഷമാണ് ഏത് സൂറത്ത് വരേണ്ടത് എന്നതുമൊക്കെ ക്രമപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വഹയിന്റെ അടിസ്ഥാനത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് മുമ്പ് തന്നെ അങ്ങനെ ക്രമപ്പെടുത്തപ്പെട്ടപ്പം 77-ാമത്തെ അധ്യായമായിട്ടാണ് 50 ആയത്തുകളുള്ള 50 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. 50 ആയത്തുകളുള്ള സൂറത്തുൽ മുർസലാത്ത് വന്നിട്ടുള്ളത്. നമ്മൾ ഇപ്പൊ പഠനം ആരംഭിക്കുന്നത് സൂറത്തുൽ മുർസലാത്തിൽ നിന്നാണ്. 78-ാമത്തെ അധ്യായം സൂറത്തുൻ നബ മുതൽ 114-ാമത്തെ അധ്യായം സൂറത്തുൻ നാസ് വരെയുള്ള അധ്യായങ്ങൾ നമ്മളൊരു ആവർത്തി നേരത്തെ വായിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. 30-ാമത്തെ ജുസ്ഇലുള്ള സൂറത്തുകള്. ശേഷം നമ്മളിപ്പം 29-ാമത്തെ ജുസ് വായിക്കാൻ ആരംഭിക്കുകയാണ്. 29-ാമത്തെ ജുസ് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ആരംഭിക്കുന്നതിന്റെ തുടക്കത്തിൽ നിന്നല്ല. 29-ാമത്തെ ജുസ്ഇലെ തുടക്കത്തിലുള്ള അധ്യായം എന്ന് പറയുന്നത് സൂറത്തുൽ മുൽക്കാണ്, തബാറക. അതിലെ അവസാനത്തെ 29-ാമത്തെ ജുസ്ഇലെ അവസാന അധ്യായമാണ് സൂറത്തുൽ മുർസലാത്ത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ഈ ജുസ് എന്ന് പറയുന്നത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ക്രമീകരണം എന്ന് മാത്രമേ ഉള്ളൂ. അത് അള്ളാഹുവിന്റെ ക്രമീകരണമല്ല, വഹയിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണവുമല്ല. അതിന് 30 ഖുർആന്റെ മൊത്തത്തിൽ 30 ഭാഗങ്ങളാക്കി മാറ്റിയത്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബത്തിന്റെയോ കാലത്ത് അങ്ങനെ ഖുർആനെ 30 ഭാഗങ്ങളായിട്ട് തിരിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണില്ല. അവരിങ്ങനെ പഠനത്തിന് എളുപ്പത്തിന് വേണ്ടിയൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഖുർആനെ തിരിച്ചിരുന്നു. അതിങ്ങനെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് പിന്നുള്ള 3 സൂറത്തുകൾ ഒരു ഭാഗം, അതിനുശേഷം വരുന്ന പിന്നുള്ള ഒരു 5 സൂറത്ത് ഒരു ഭാഗം, പിന്നുള്ള ഒരു 7 സൂറത്ത് ഒരു ഭാഗം, അങ്ങനെയൊക്കെ ആയിരുന്നു അവര് ക്രമീകരിച്ചിരുന്നത്. അങ്ങനെ പല നിലക്കും ക്രമീകരിച്ചതുണ്ട്. അപ്പൊ അതില് കുറെ കാലങ്ങൾക്ക് ശേഷം ഹജ്ജാജ് ബിൻ യൂസുഫിന്റെയോ മറ്റോ കാലത്താണ് ഇങ്ങനെ 30 ഭാഗങ്ങളായിട്ട്, ഏതാണ്ട് തുല്യമായ 30 ഭാഗങ്ങളായിട്ട് ഈ ഖുർആനെ വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. പഠനത്തിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അത് വഹയിന്റെ പിന്നെ ഈ ജുസ്ഇന്റെ തന്നെ ഹിസ്ബും റുബഉം ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതികളാണ്. അങ്ങനെ പഠനത്തിനുള്ള എളുപ്പത്തിന് വേണ്ടി 30 ഭാഗങ്ങളായി തിരിക്കപ്പെട്ടപ്പം അതിൽ 29-ാമത്തെ ഭാഗത്തിലാണ്, അഥവാ 29-ാമത്തെ ജുസ്ഇലാണ് ഈ സൂറത്തുൽ മുർസലാത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൽ മുർസലാത്തിന്റെ അവതരണം എന്ന് പറയുന്നത്
ഹിജറക്ക് മുമ്പാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഹിജറക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകൾ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്തുകളെ നമ്മൾ മക്കിയായ സൂറത്തുകൾ എന്നാണ് വിളിക്കാറുള്ളത് എന്നതും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഹിജറക്ക് ശേഷം അഥവാ മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം അവതീർണമായിട്ടുള്ള സൂറത്തുകൾ നമ്മൾ മദനിയായ സൂറത്തുകൾ എന്നുമാണ് വിളിക്കാറുള്ളത്. പലപ്പോഴും വിഷയങ്ങൾ ഓരോ സൂറത്തിലും ഉൾക്കൊണ്ടിട്ടുള്ള വിഷയങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഈ രണ്ട് സന്ദർഭത്തിലും ഇറങ്ങിയിട്ടുള്ള മക്കി കാലഘട്ടത്തിലും മദനി കാലഘട്ടത്തിലും ഇറങ്ങിയിട്ടുള്ള സൂറത്തുകളെ നമുക്കൊരു പരിധിവരെയൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത് രണ്ടും രണ്ട് സാഹചര്യങ്ങളുമാണ്. ഒന്ന് പ്രബോധനത്തിൻ്റെ തുടക്ക കാലഘട്ടമാണ്, ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടമാണ്. എന്നാൽ മദീനയിലേക്ക് പലായനം ചെയ്തതിനുള്ള ശേഷമുള്ള കാലം എന്ന് പറയുന്നത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അല്പം കൂടെ ആശ്വാസമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലാണ് കൂടുതൽ നിയമങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിശ്വാസപരമായ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൂടുതലും മക്ക കാലഘട്ടത്തിൽ അഥവാ മക്കിയായ സൂറത്തുകളിൽ വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും സൂറത്തുൽ മുർസലാത്ത് ഹിജറക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട അഥവാ മക്കിയായ സൂറത്തുകളിൽ പെട്ടതാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ, സൂറത്തിന്റെ പേര് അൽ മുർസലാത്ത് എന്നതാണ്. ആ പദം ഒന്നാമത്തെ ആയത്തിൽ തന്നെ വരുന്നത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആയത്ത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് കൂടുതൽ ആയത്തുകളിലേക്ക് കടക്കുന്നില്ല. ഒരു 2 ആയത്തുകളിൽ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ പരിമിതപ്പെടുത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ മുർസലാത്തി ഉർഫ ഫൽ ആസിഫാത്തി അസ്ഫ. ഒന്നുകൂടെ 2 ആയത്തുകൾ നമ്മൾ ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ മുർസലാത്തി ഉർഫ ഫൽ ആസിഫാത്തി അസ്ഫ. ഈ 2 ആയത്തുകളും പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് പാരായണ നിയമങ്ങളൊന്നും ഇല്ല. വൽ മുർസലാത്തി ഉർഫ ഫൽ ആസിഫാത്തി അസ്ഫ. അതിന്റെ 2 ആയത്തുകളുടെയും അവസാനത്തിലുള്ള പദങ്ങൾ തൻവീൻ കൊണ്ടാണ് അവസാനിക്കുന്നത്. ഓർ ഫൻ. തൻവീൻ എന്ന് പറഞ്ഞാൽ എന്ന സൗണ്ടിലേക്ക് അതിനെ മാറ്റാം. നൂനേഷൻ എന്ന് പറയാം. ഫ ആണ് അവസാനത്തെ അക്ഷരം. ഫിന് ഫത്ഹാണ്. ഫ എന്നാണ്. ഫി എന്നല്ല, ഫു എന്നല്ല, ഫ എന്നാണ്. അതിനെ നമ്മൾ തൻവീൻ ചെയ്യുകയാണ്, ഫൻ എന്നാക്കുകയാണ്. അതേപോലെ തന്നെ ആസ് ഫൻ, 2ാമത്തെ ആയത്തും അവസാനിക്കുന്നത് അങ്ങനെ തന്നെ ഫ കൊണ്ടാണ് അവസാനിക്കുന്നത്. ആ ഫാക്ക് ഫത്ഹാണ് വരിക. പക്ഷെ ആ ഫത്തഹിനെ നമ്മൾ ഫ എന്നല്ല പറയുന്നത്, തൻവീൻ ചെയ്തുകൊണ്ട് ഫൻ എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഈ ഫത്ഹ തൻവീൻ വരുമ്പോൾ മിക്കവാറും അതിനുശേഷം എഴുത്തിൽ നിങ്ങൾക്കൊരു അലിഫ് കാണാം. അതുകൊണ്ട് തന്നെ അവസാനത്തെ അക്ഷരം ഏതാന്ന് വെച്ചാൽ ചിലപ്പം ഫ എന്നല്ല പറയാം, അലിഫ് എന്ന് പറയാം. അപ്പം ഓർ ഫൻ, ഫ കഴിഞ്ഞിട്ടൊരു അലിഫുണ്ട്. ആസ് ഫൻ, ഫ കഴിഞ്ഞിട്ടൊരു അലിഫുണ്ട്. നമ്മൾ ആ തൻവീനിന്റെ സ്ഥാനത്ത് വഖഫ് ചെയ്യായതുകൊണ്ട്, അവിടെ നിർത്തിയതുകൊണ്ട്, ആയത്തിന്റെ അവസാന ഭാഗത്തായതുകൊണ്ട് നമ്മളവിടെ നിർത്തും. അപ്പോൾ നിർത്തുമ്പം ഓർഫൻ എന്ന് വായിക്കാതെ ആ അലിഫ് വായിക്കുക ചെയ്യുക. അലിഫിന് എന്താ ശബ്ദം വരിക? അലിഫിന് മദ്ദിന്റെ ശബ്ദം വരിക. അപ്പൊ ഓർ ഫ എന്ന് വരും. അതേപോലെ ആസ് ഫ എന്ന് വരും. ആസ്ഫൻ എന്നുള്ളത് അവിടെ നിർത്തിയതുകൊണ്ട് ആസ് ഫ. ഇനി നിർത്തുന്നില്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ തൻവീനായിട്ട് തന്നെ ഓതിപ്പോവുകയും ചെയ്യട്ടോ, കുഴപ്പമില്ല. വൽ മുർസലാത്തി ഉർഫ ഫൽ ആസിഫാത്തി അസ്ഫ. അപ്പൊ അവിടെ പാരായണത്തിന്റെ നിയമം വരികയും ചെയ്യും, ഓർഫൻ എന്നിടത്ത്. അത് വിശദമായിട്ട് അങ്ങനെ കൃത്യമായിട്ട് വരുന്നിടത്ത് നമുക്ക് പറയാം. ഇവിടെ ആയത്ത് അവസാനം അവിടെ വഖഫ് ചെയ്യാതെ അവിടെ നിർത്താതെ പോകുമ്പോൾ മാത്രമേ ഓർഫൻ എന്നത് വരുന്നുള്ളൂ. ആ തൻവീൻ ഉച്ചാരണത്തിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നിയമം ഇവിടെ സൂചിപ്പിക്കുന്നില്ല. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ്. ഇനി നമുക്കതിന്റെ ആശയങ്ങളിലേക്കൊന്ന് പോകാം. 1ാമത്തെ ആയത്തിൽ 3 പദങ്ങളാണുള്ളത്. ഒന്ന് വ ആണ്, അതൊരു പദമാണ്. ഒരക്ഷരം മാത്രമാണെങ്കിലും അതൊരു പദമാണ്. 2ാമത്തേത് അൽ മുർസലാത്ത് എന്ന പദമാണ്. 3ാമത്തേത് ഉർഫ് എന്ന പദമാണ്. അതിൽ വാവ് സത്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാവാണ്. ഇതും നമ്മൾ നേരത്തെ കൃത്യമായി വിശദീകരിച്ചതാണ്. വാവ് പല അർത്ഥത്തിൽ വരും. അങ്ങനെ പല അർത്ഥങ്ങളിലൊന്നാണ്
അല്ലെങ്കിൽ വാവ് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സത്യം ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവാണ് സത്യം എന്ന് പറയാൻ നമ്മൾ അള്ളാഹ് എന്ന നാമത്തിന് മുന്നിൽ വാവ് വെച്ച് കൊടുക്കുക ചെയ്യുക. വല്ലാഹി, അങ്ങനെ സത്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന വാവാണെങ്കിൽ അതിനുശേഷം വരുന്ന പദം മജറൂർ ആയിരിക്കും എന്നത്. അതുകൊണ്ടാണ് അള്ളാഹു എന്ന് നമ്മൾ പറയുന്ന നാമം സത്യത്തിന് വേണ്ടിയുള്ള വാവ് മുന്നിൽ വെക്കുമ്പം വല്ലാഹു എന്ന് പറയാതെ വല്ലാഹി എന്നായത്. അവസാനത്തെ അക്ഷരത്തിന് കെസർ വന്നിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വൽ മുർസലാത്തി, മുർസലാത്ത് തന്നെയാണ് സത്യം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ കസമിന് വേണ്ടിയുള്ള വാവ് നമ്മൾ നേരത്തെ പഠിച്ച സൂറത്തുകളിൽ ഒരുപാട് വന്നിട്ടുള്ളതാ. വശംസി, സൂര്യൻ തന്നെയാണ് സത്യം. വൽ ഖമരി, ചന്ദ്രൻ തന്നെയാണ് സത്യം. വൽ അസ്രി, കാലം തന്നെയാണ് സത്യം. വൽ ലൈലി, രാത്രി തന്നെയാണ് സത്യം. വൻ നഹാരി, പകല് തന്നെയാണ് സത്യം. ഇവിടെ വൽ മുർസലാത്തി, അൽ മുർസലാത്ത് തന്നെയാണ് സത്യം. മുർസലാത്ത് എന്ന പദം ഒരുപക്ഷെ നമ്മൾക്ക് പരിചിതമായിരിക്കും. അർസല എന്ന് പറഞ്ഞാൽ അയച്ചു എന്നാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ അഥവാ ദൂതൻ എന്നാണ്. അതേ അർത്ഥത്തിൽ തന്നെയാണ് മുർസൽ എന്ന പദവും വരിക. മുർസിൽ എന്ന് പറഞ്ഞാൽ അയക്കുന്നവൻ എന്നാണ്. മുർസൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെടുന്നവൻ എന്നാണ്. മുർസലത്ത് എന്നതിന്റെ ബഹുവചനമാണ്. മുർസൽ എന്നത് സ്ത്രീലിംഗമാക്കിയതാണ് കേട്ടോ. മുർസലത്ത്, മുർസലത്ത് എന്ന പദത്തിന്റെ ബഹുവചനമാണ് മുർസലാത്ത്. അപ്പൊ അയക്കപ്പെടുന്നവ എന്നർത്ഥം വരും, അയക്കപ്പെടുന്നവ. അപ്പൊ വൽ മുർസലാത്തി എന്ന് പറഞ്ഞാൽ അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം. ഇനി വരുന്ന പദം ഉർഫ് എന്ന പദമാണ്. അത് അയക്കപ്പെടുന്നവ എന്ന പദത്തിന്റെ അഥവാ മുർസലാത്ത് എന്ന പദത്തിന്റെ ഹാലായിട്ട്, അവസ്ഥയായിട്ട് പറഞ്ഞതാണ്. ഉർഫ് എന്ന് പറഞ്ഞാൽ മുത്തതാബിയാത്ത് എന്ന് പറഞ്ഞാൽ തുടർച്ചയായത് എന്നൊക്കെയാണ് അർത്ഥം. തുടർച്ചയായത്. അപ്പൊ ഇങ്ങനെ തുടർച്ചയായി അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം എന്നാണ് ആയത്തിന്റെ മൊത്തത്തിലുള്ള ആശയം. തുടരെ അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം. രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഫൽ ആസിഫാത്തി, ഫ എന്ന് പറഞ്ഞാൽ എന്നിട്ട് എന്നർത്ഥം വരാം നമ്മൾക്ക്. എന്നിട്ട് അൽ ആസിഫാത്തി, ആസിഫാത്ത് തന്നെയാണ് സത്യം. അവിടെയുണ്ട് ആ സത്യം. അതുകൊണ്ടാണ് അൽ ആസിഫാത്തി എന്ന് പദം മജറൂർ ആയിട്ട് വന്നിട്ടുള്ളത്. ആസിഫാത്ത് തന്നെയാണ് സത്യം. ആസിഫാത്ത് എന്ന് പറഞ്ഞാൽ അടിച്ചു വീശുന്നവ. ആസഫ എന്ന് പറഞ്ഞാൽ അടിച്ചു വീശി എന്നർത്ഥം. അടിച്ചു വീശുന്നത് എന്നാണ് ആസിഫ് എന്നത് പദത്തിന്റെ അർത്ഥം. അതിന്റെ സ്ത്രീലിംഗമാണ് ആസിഫത്ത്. അതിന്റെ ബഹുവചനമാണ് ആസിഫാത്ത്. അടിച്ചു വീശുന്നവ തന്നെയാണ് സത്യം. ഫൽ ആസിഫാത്തി, ആസിഫാത്ത് അടിച്ചു വീശുന്നവ, ശക്തമായിട്ട് അടിച്ചു വീശുമ്പോഴാണ് ആസഫ എന്ന് പറയാം. ആസഫ അങ്ങനെ ശക്തമായി ഊക്കോടെ അടിച്ചു വീശുന്നവ തന്നെയാണ് സത്യം. ആസ്ഫൻ, ഒരു അടിച്ചു വീശൽ, അതിന് മുമ്പ് ശക്തിപ്പെടുത്തിയതാ. ആസ്ഫൻ അതേ പദത്തിൽ നിന്ന് തന്നെ വന്നതാണ്. ആസഫ എന്ന പദത്തിൽ ഒരു അടിച്ചു വീശൽ, ശക്തമായി അടിച്ചു വീശുന്നത് തന്നെ, അല്ലെങ്കിൽ അടിച്ചു വീശുന്നവ തന്നെയാണ് സത്യം. അപ്പൊ രണ്ട് കസമകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും 3 കാര്യങ്ങൾ കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ ആയത്തിൽ വന്നിട്ടുള്ളത് മുർസലാത്തിനെ കൊണ്ടാണ് സത്യം ചെയ്തിട്ടുള്ളത്. അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം. അതെങ്ങനെ അയക്കപ്പെടുന്നവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടരെ വൽ മുർസലാത്തി ഉർഫൻ, തുടരെ അയക്കപ്പെടുന്നത് തന്നെയാണ് സത്യം. രണ്ടാമത്തെ ആയത്തിൽ സത്യം ചെയ്തിരിക്കുന്നത് ആസിഫാത്തിനെ കൊണ്ടാണ്, ശക്തമായി അടിച്ചു വീശുന്നവയെ കൊണ്ടാണ്. എന്നിട്ട് അതിനൊന്നുകൂടി ശക്തിപ്പെടുത്തുന്നുണ്ട്. ആസ്ഫൻ എന്ന് പറഞ്ഞിട്ട് ഒരു അടിച്ചു വീശൽ, ശക്തമായ ഒരു അടിച്ചു വീശുന്നവ തന്നെയാണ് സത്യം. ഇങ്ങനെയൊക്കെ പടച്ചവൻ സത്യം ചെയ്യുന്നത് എന്തിനെ പിടിച്ചിട്ടാണ് എന്നത് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് ആ സത്യങ്ങളുടെ ആയത്തുകൾ കഴിഞ്ഞിട്ട് വിശദീകരിക്കാം. അതിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതുപോലുള്ള സത്യങ്ങൾ നമ്മൾ വേറെയും കണ്ടിട്ടില്ല. സൂറത്തുൻ നാസിആത്ത് മുതൽ താഴോട്ട് പലയിടത്തും. അപ്പോൾ അവിടെയൊക്കെ എന്തിനെ പിടിച്ചാണ് അള്ളാഹു സാക്ഷി നിർത്തുന്നത് എന്നത് വന്നിട്ടുള്ള വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഈ ആയത്തിലുമുള്ള സത്യങ്ങളെ അത് എന്താവാനാണ്, എന്തിനെ പിടിച്ചിട്ടാണ് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ടാവുക എന്നത് വന്നിട്ടുള്ള വിശദീകരണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു
തുടർന്നും ക്ലാസ് പരമാവധി തടസ്സങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ക്ലാസ് മനസ്സിലാക്കാനും അതിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളെ ഒരു മടിയുമില്ലാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ വിജയിക്കാനുമുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.